ശതമാനം ശതമാനം അത് ചിഹ്നം ഉപയോഗിച്ച് നമുക്കിങ്ങനെ എഴുതാം. ശതമാനം ശതമാനം എന്ന് പറഞ്ഞാൽ 100-ന് എത്ര എന്ന് പറയുന്നതാണ് ശതമാനം. അതായത് 70% എന്ന് പറഞ്ഞാൽ 100-ന് 70, അതായത് 70/100. ഇതാണ് 70%. 35% എന്ന് പറഞ്ഞാലോ, അപ്പം എത്രയാവും? 100-ല് 35. ഇതാണ് 35%. 35/100. ഇനി 62/100 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 100-ൽ 62 എന്ന് പറഞ്ഞപ്പോൾ എത്രയാ? 62%. ഇനി ഒരു കുട്ടിക്ക് കണക്കിൽ 27 മാർക്കാണ് കിട്ടിയത്. 27 മാർക്ക്. ടീച്ചർ 50-ലാണ് മാർക്ക് ഇട്ടത്. അപ്പോൾ 50-ൽ 27 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അപ്പോൾ ആ കുട്ടിക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. 27/50 × 100, അല്ലെങ്കിൽ 50-ൽ 27, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഈ അടിയിലുള്ള 50-ഉം ഈ 100 ശരിക്കും മുകളിലാണ്. ഈ 100-ഉം തമ്മിൽ പൊതു ഘടകങ്ങൾ ഉണ്ടോ നോക്കിയിട്ടാണുള്ള ഘടകങ്ങൾ കൊണ്ട് ഹരിക്കുക. ഇവിടെ ഹരിക്കുന്നതിന് പകരം നമുക്ക് വെട്ടി ചെറുതാക്കുക എന്ന് പറയും. അത് കൂടുതൽ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ 10 പൊതു ഘടകമാണ് നമുക്കറിയാം. 50-ൽ എത്ര 10? ഈ 0 വെട്ടിയാൽ 5 10ആയി. 10-ൽ എത്ര? 100-ൽ എത്ര 10? 10 10 100. ഇപ്പോൾ ഇവിടെ 5-ഉം ഇവിടെ 10ഉമായി. ഇനി ഇതിലും പൊതുഘടകങ്ങൾ ഇനിയുണ്ട്. 5-ൽ 1 5ആണ്, 10-ൽ 2 5ആണ്. അപ്പോൾ ചോട്ടിൽ 1 കിട്ടി, മുകളിൽ 27 × 2 നീട്ടി. 27 × 2 എത്ര? 7 14-ന് 4, ബാലൻസ് 1. 2 4ഉം 1ഉം 5. 54 നീട്ടി. എത്രയിലാ? 100-ൽ. എത്ര ശതമാനം എന്നാണ് നമ്മൾ നോക്കിയത്? 100-ൽ 54 എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടിയത് എത്ര ശതമാനം മാർക്കാ? 54% മാർക്കാണ് കിട്ടിയത്. ഇനി ഇംഗ്ലീഷിൻ്റെ ടീച്ചർ മാർക്ക് ഇട്ടത് 25-ലായിരുന്നു. 25-ൽ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 23 25-ൽ 23 കിട്ടിയ മാർക്ക്. അപ്പോൾ എത്ര ശതമാനം നോക്കണം? എങ്ങനെ ചെയ്യും? 100 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നമുക്ക് പൂജ്യങ്ങളൊന്നും വെട്ടിക്കളയാനില്ല. പക്ഷേ ഇതിൽ പൊതു ഘടകങ്ങളുണ്ട് 25-ലും 100-ലും. 5. 25-ൽ എത്ര 5? 5 5 25. 100-ൽ ഒന്നിച്ച് നമുക്ക് വയ്യെങ്കിൽ നോക്കണ്ട. 10-ൽ എത്ര 5 ഉണ്ട് നോക്കാം. 2 5 10. പിന്നെ ഈ 0ആണുള്ളത്. ആ 0 ഇങ്ങോട്ട് എഴുതി. ഇനി ഈ 5ഉം 20ഉം കൂടി നമുക്ക് ഇനിയും വെട്ടിക്കളയാം. അല്ലെങ്കിൽ ഇനി 20-ൽ 5 ഉണ്ട്. എത്ര 5? 5-ൽ 5 ഒരു തവണ, 20-ൽ 5 4 തവണ. 4 5 20. ഇപ്പം എത്ര കിട്ടി? മുകളിൽ 23 × 4 ഉണ്ട്, ചോട്ടിൽ 1 ഉണ്ട്. ഇനി 23-നെ 4 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടുക? 3 4 12-ന് 2, ബാലൻസ് 1. 2 4 8ഉം 1ഉം 9. 92/1 എന്നാണ് നമുക്ക് കിട്ടിയത്. 92/1 എന്ന് പറഞ്ഞാൽ അർത്ഥം 92 തന്നെയാണ്. അപ്പോൾ എത്ര ശതമാനം? 92% മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വേറൊരു വിഷയത്തിലെ ടീച്ചർ, അതായത് ഹിന്ദിയുടെ ടീച്ചർ 20-ലാണ് മാർക്ക് ഇട്ടത്. 20-ൽ ആ കുട്ടിക്ക് 16 മാർക്കാണ് കിട്ടിയത്. 20-ൽ ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 16ആണ്. അപ്പോൾ 100-ൽ എത്ര ഉണ്ട് നോക്കാൻ? × 100. നമുക്ക് പൊതുഘടകങ്ങളുണ്ടോ നോക്കാം. 10 പൊതുഘടകമാണ്. 2 10 20, 10 10 100. ഇനി 2ഉം 10ഉം വീണ്ടും വെട്ടാം. 1 2 2, 5 2 10. ഇനി 16-ന് 5 കൊണ്ട് ഗുണിക്കുക. 6 5 30-ന് 0, ബാലൻസ് 3. 1 5 5ഉം 3ഉം 8. 80 അടിയിൽ 1 ഉണ്ട്. 80/1 കിട്ടി. 80/1 എന്ന് പറഞ്ഞാൽ 80 തന്നെയാണ്. അപ്പോൾ എത്ര ശതമാനം? 80% മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. 80%. ഇങ്ങനെയാണ് ശതമാനം വളരെ എളുപ്പത്തിൽ കാണേണ്ടത്.